ലോഡ്ജിൽ സ്റ്റേ. നാളെ മുതൽ വന്നോളൂ. എന്നാല് ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തിനാ ഡാഡി യൂസഫ് വന്നത്? നീ യൂസഫിന്റെ കൂടെ വന്ന ചെറുപ്പക്കാരനെ കണ്ടില്ലേ? MA കാരനാ, പേര് കൃഷ്ണുണ്ണി. യൂസഫിന്റെ അടുത്ത സുഹൃത്താ. അയാൾക്കൊരു ജോലി വാങ്ങി കൊടുക്കണമെന്ന് യൂസഫ് എന്നോട് പറഞ്ഞിരുന്നു. യൂസഫ് പറഞ്ഞാൽ എങ്ങനെയാ മോളെ പറ്റില്ല എന്ന് പറയുക? എന്റെ പേഴ്സണൽ കാര്യത്തിന് എന്നെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്കും തോന്നി. കണ്ടിട്ട് നല്ല പയ്യനാണെന്ന് തോന്നി. MA ലിറ്ററേച്ചർ ആണല്ലേ? അതെ. ലെക്ചേഴ്സിന്റെ പോസ്റ്റിലേക്ക് കോളേജിലൊന്നും അപ്ലൈ ചെയ്തില്ലേ? 25,000 രൂപ ഡൊണേഷൻ കൊടുക്കാനില്ല, അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ. ഡാഡി പറഞ്ഞു. ഉണ്ണി എങ്ങോട്ടാ? ഞാൻ ലോഡ്ജിലേക്കാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടക്കാവുന്നേ ഉള്ളൂ. എന്തിനാ വെറുതെ നടന്ന് കാല് തേച്ച് കളയുന്നത്? ഇനിയും വളരെ നാൾ നടക്കേണ്ടതല്ലേ? കേറും. അവിടെയല്ലേ സാറേ, ഇവിടെ. മല്ലിക ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഉണ്ണിക്ക് ഇതൊക്കെ അറിയോ? ഏയ്, ഞാൻ വരുന്ന നോക്കിയോ? ദേ, എന്റെ കൈയൊന്ന് നോക്കി. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. കള്ളം. ഉണ്ണി പ്ലീസ്, ഒന്ന് പറയുന്നേ. ഇതാണ് 1000 രേഖ. തെളിഞ്ഞു കിടപ്പുണ്ട്. ഒരു 100 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കും. 100 വയസ്സ് വരെയോ? ആ, മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ട് 8 മക്കളുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. അതിൽ 2 എണ്ണം ഇരട്ടെ. അയ്യോ, 8 മക്കളോ? ആ, ഇനി എന്താണ് അറിയേണ്ടത്? ഉണ്ണി തന്നെ പറയൂ. അതെനിക്കെങ്ങനെ അറിയാം? ചോദിച്ചാ ഞാൻ പറയാം. പറയൂ. ആ, ഇപ്പൊ മനസ്സിലായി. എന്താ? ഈ രേഖകളുണ്ട്. ഈ രേഖ ഇവിടെ വന്ന് മുട്ടുമ്പോ സംഗതി നടക്കും. എന്ത് നടക്കും? മല്ലിക എന്ത് മനസ്സിൽ വിചാരിച്ചോ അത് നടക്കും. വസന്തവും ചിരി തൂകി വന്നു പ്രപഞ്ചമോയി രോമഹർഷമായി.
വസന്തവും ചിരി തൂകി വന്നു പ്രപഞ്ചമായി മഹർഷമായി വെള്ളാരം കുന്നുകൾ തോറുമേ വെള്ളാമ്പൽ പൊയ്കകൾ തോറുമേ തുള്ളുന്നതെന്നൽ പോലെ മുന്നിൽ വരൂ. കുറച്ചു ദിവസമായി ഉണ്ണിയോട് ഗൗരവമായ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കും. എന്താ സാർ? യു ആർ ആൻ എലിജിബിൾ ഫെലോ. അധികം പ്രായവുമായിട്ടില്ല. വൈ ഡോണ്ട് യു അപ്പിയർ ഫോർ IAS? അതൊക്കെ വലിയവരുടെ സ്വപ്നമല്ലേ സാർ? ഞാൻ തമാശ പറഞ്ഞതല്ല. ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ യു. സാർ, ഞാനങ്ങനെ ഉണ്ണിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. എന്താ, താല്പര്യമുണ്ടോ? നോക്കാം സാർ. ഉണ്ണി ഇരുന്ന് കഴിക്കൂ. ആ സാർ, മതി കുറച്ചുകൂടെ. മതി. ഉണ്ണി, മറക്കരുത്, നാളെ തന്നെ ആപ്ലിക്കേഷൻ അയക്കണം. ശരി സാർ. ഉണ്ണിയോ, എക്സാം എല്ലാം കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. എങ്ങനെയാ, ഒപ്പുണ്ടോ? ആ, എനിവേ വെരി ഗുഡ്. എൻട്രൻസ് എക്സാം പാസ്സായാൽ പിന്നെ ഇന്റർവ്യൂ അല്ലേ? അത് നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം. യാത്രയൊക്കെ കഴിഞ്ഞു വന്നല്ലേ, ഒന്ന് ഫ്രഷ് ആവും. ഉണ്ണി വീട്ടിൽ പോകുന്നില്ലേ? ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചു. ആ, ഡാഡി ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? ഉണ്ണിയോട്. ഉണ്ണി വന്നു. എന്നിട്ട് എവിടെ? മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഉണ്ണി, ഉണ്ണി. അയ്യോ, ചതിക്കല്ലേ, കുളിക്കാണ്. എന്താ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു.